വീടിനോട് ചേർന്നുള്ള കിണറിനുള്ളിൽ മണ്ണിടിയുന്നു. അടുത്തിളകുന്ന വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് ഒരു കുടുംബം. ചിറ്റിശ്ശേരി നടുവിൽ വീട്ടിൽ സുനിലും കുടുംബവുമാണ് ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത്. നെന്മണിക്കര പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക അനുവദിക്കാമെന്ന് പറഞ്ഞെങ്കിലും അടിത്തട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന 5 സെന്റ് സ്ഥലത്ത് എന്ത് ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലാണ് ഇവർ. 19 കോൽ താഴ്ചയുള്ള കിണർ വർഷങ്ങളായി ഇടിയുന്നുണ്ട്. കിണറിന്റെ ഉൾവശം ഇടിഞ്ഞിടിഞ്ഞ് വീടിന്റെ അടിഭാഗത്തേക്കും വ്യാപിച്ച നിലയിലാണ്. വീടിന്റെ അടുക്കളയും ഒരു മുറിയും വരാന്തയും ഏത് നിമിഷവും അടിത്തട്ടിളകി ഇടിഞ്ഞു വീഴുമെന്ന അവസ്ഥയിലാണ്. അപസ്മാര രോഗിയായ സുനിൽ പണിക്കിടെ കിണറ്റിൽ വീണ് ഇടുപ്പിന് പരിക്കേറ്റ വർഷങ്ങളായി ചികിത്സയിലാണ്. സുനിലിന്റെ ഭാര്യ ദീപ ഓട്ടുകമ്പനി തൊഴിലാളിയാണ്. ആഴ്ചയിൽ 3 ദിവസം മാത്രം ജോലിയുള്ള ദീപയുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവരുടെ കുടുംബം കഴിയുന്നത്. ഏത് നിമിഷം അത് ഫുള്ളായിട്ട് ഇടിക്കുകയും ഒരു മഴ വന്നു കഴിഞ്ഞാൽ തീരെ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതേപോലെ ചുറ്റും റൂമുകളിലേക്കും അടുക്കളയിലേക്കും ഫുള്ളും ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കാടി. ഞങ്ങൾക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ ഒരു പാകമില്ലാത്തൊരവസ്ഥയാണ്. വയസ്സായ ചേട്ടൻ്റെ അമ്മയും എൻ്റെ ഭർത്താവിനാണെങ്കിൽ അപസ്മാരം വന്ന് 20 കോൽ താഴ്ചയിലേക്കൊക്കെ വീണ് കിണർ ഈ എളിക്കാലത്തെ എല്ലാം ഒടിഞ്ഞ് ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക. വർഷങ്ങൾക്ക് മുൻപ് സഹകരണ ബാങ്കിൽ നിന്നെടുത്ത കടം കുടിശ്ശികയായി ജപ്തിയുടെ വക്കിലാണ് സുനിലും കുടുംബവും. വീട് വിറ്റ് കടം തീർക്കാമെന്ന് വെച്ചാൽ അടിത്തട്ടിളകി അപകടാവസ്ഥയിലായ സ്ഥലം വാങ്ങാൻ ആരും എത്തുന്നില്ല. സുനിലും ദീപയും അമ്മയും മകനും വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്ത സുനിലിന്റെ സഹോദരന്റെ മകനും ഈ വീട്ടിലാണ് കഴിയുന്നത്. കിണറിന്റെ അടിത്തട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വരാനിരിക്കുന്ന മഴക്കാലമാണ് ഇവരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നത്. മഴ ശക്തമായാൽ അടിത്തട്ട് ഇടിഞ്ഞു തുടങ്ങിയ വീട് ഏത് സമയവും തകരുമെന്ന സ്ഥിതിയാണ്. TCV ന്യൂസ്, പുതുക്കാട്.